ചൂടൊക്കെ അല്ലേ, കൂളാകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ നമ്മുടെ വെണ്ണിക്കുളത്തേക്ക്. നമ്മുടെ വെണ്ണിക്കുളത്ത് ഇങ്ങനൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയത് ഇപ്പോഴാണ്. അവർ ഈ മെനു കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ ചെന്നാൽ എല്ലാവർക്കും ഉണ്ടാവുക. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് അവരുടെ സ്പെഷ്യൽ മിക്സഡ് ഐസ്ക്രീം ഷേക്കാണ്. അവരുടെ മിക്സഡ് ഐസ്ക്രീം ഷേക്കിൻ്റെ അകത്ത് ഏതൊക്കെ ഐസ്ക്രീം വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. 3 ടൈപ്പ് ഓഫ് ഐസ്ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ്. പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവരുടെ മോമോസ് ആണ്. വെജ് മോമോസും ചിക്കൻ മോമോസും ബീഫ് മോമോസും ഉണ്ടായിരുന്നു. അതിൽ ആദ്യം ട്രൈ ചെയ്തത് അവരുടെ വെജ് മോമോസ് ആയിരുന്നു. ചെറിയൊരു എരിവുണ്ട്, പക്ഷെ ആ ഒരു എരിവാണ് അതിന്റെ ഹൈലൈറ്റ്. ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നീട് അവരുടെ ചിക്കൻ മോമോസും ബീഫ് മോമോസും ട്രൈ ചെയ്തു. ചിക്കൻ മോമോസിനാണെങ്കിൽ ആ ചിക്കന്റെ ഫ്ലേവർ എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിരുന്നു ബീഫ് മോമോസ്. എന്തായാലും സംഭവം കിടുവാണ്. പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഗ്രേപ്പ് സോഡയായിരുന്നു. എനിക്ക് കിട്ടണില്ല. സ്ട്രോയ് വലിച്ചിട്ട് കിട്ടാത്തതിന്റെ കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒറിജിനൽ ഗ്രേപ്പ് വെച്ചിട്ടാണ് ഇവർ ഈ ഗ്രേപ്പ് സോഡ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ പൂക്കി ഐസ്ക്രീമാണ്. ഇത് അവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ചോക്ലേറ്റും സ്ട്രോബെറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പല ഫ്ലേവറുകളിലും ഈ ഒരു ഐസ്ക്രീം അവൈലബിൾ ആണ്. പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഗോലി സോഡ എന്ന് പറയുന്ന സാധനം വീണ്ടും ഇവിടെ കണ്ടു കഴിഞ്ഞപ്പം അതിലൊരെണ്ണം കൂടെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട, വെണ്ണിക്കുളത്തുള്ള ഐസ് ലോഫ്റ്റ് ആണ്.